രാമു നാരായണ രാമ. ഇന്നത്തെ സാഹചര്യത്തിൽ എവിടെയും നോക്കിയാൽ മറ്റുള്ളവരെ തോൽപ്പിച്ച് മുന്നോട്ടു പോകാൻ ഒരു മത്സരമായിരിക്കും. ഓരോ മനുഷ്യനും മറ്റൊരാളെ പിന്നാക്കാക്കി മുന്നോട്ടു പോകാൻ ആഗ്രഹിക്കുന്നു. അവർക്ക് വേണ്ടി മാത്രമാണ് അവരും സുഖം ആഗ്രഹിക്കുന്നത്. അവരുടെ സ്വാർത്ഥത മാത്രമാണ് അവർക്കുള്ള ലക്ഷ്യം. എന്തുകൊണ്ട് മനുഷ്യൻ മറ്റൊരാളെ പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്നുവോ? രാജ്യത്തിൻ്റെ മുന്നേറ്റം എങ്ങനെയാണ് ഉണ്ടാകുക? രാജ്യത്തിൻ്റെ വികസനം എങ്ങനെയാണ് നടക്കുക? രാഷ്ട്രം പുരോഗതിയിലേക്ക് എങ്ങനെ കടക്കാനാകും? ഈ കാര്യങ്ങളെ ചിന്തിക്കുന്നതിന് പകരം നമ്മൾ പറ്റിയില്ലാത്ത അനാവശ്യ കാര്യങ്ങളിൽ നമുക്ക് സമയം കളയാൻ ആരംഭിക്കുന്നു. നാം എല്ലാം ഒരേ ഭൂമിയിലെ ജീവികളാണ്. എല്ലാവരും ഒരേ ഭൂമിയിൽ നമുക്ക് ജീവിക്കുന്നു. എന്നാൽ സമൂഹം, ജാതി, മതം എന്നിവയുടെ പേരിൽ ഭൂമിയെ വിവിധ ഭാഗങ്ങളായി വേർതിരിച്ചിരിക്കുന്നു. ഇന്ത്യയിൽ അത്രയും വലിയ ആത്മീയ ശക്തി ഉണ്ടെന്ന് പറയാം. അതിലൂടെ അത് എല്ലാവരെയും ഒരു സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ കഴിയുമായിരുന്നു. എന്നാൽ അതിനായി നമ്മൾ തന്നെ നമ്മുടെ സ്വയം തിരിച്ചറിയേണ്ടത് അനിവാര്യമാണ്. നമ്മുടെ അഹങ്കാരത്തിൻ്റെ ശബ്ദം കേൾക്കണം. നമ്മൾ 6 ഘടകങ്ങളായിരിക്കുന്നു. എല്ലാ മനുഷ്യരുടെയും ഹൃദയം, മനസ്സ് ഒരുപോലെയാണ്. എന്നാൽ നമ്മൾ നമ്മുടെ മനസ്സിലും ഹൃദയത്തിലും സുഖമായ അല്ലെങ്കിൽ ദുഃഖമായ രീതിയിലുള്ള ചിന്തകൾ കൈക്കൊള്ളുന്നുവോ എന്ന് നമുക്ക് സ്വയം തീരുമാനിക്കാനാകും. നമ്മൾ മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഉദ്ദേശ്യം കൊണ്ടാണ് ജീവിതം നിലനിർത്തുന്നത്, അല്ലെങ്കിൽ അതിന് വിരുദ്ധമായ മനോഭാവത്തിലാണോ നമ്മൾ പ്രവർത്തിക്കുന്നത്? മനുഷ്യൻ എപ്പോഴും ഒരു ലാലസയിൽ ആകുമ്പോൾ അവൻ മുന്നിലുള്ളവനെ എത്രവട്ടം ദുഃഖിപ്പിക്കുന്നുവെന്ന് അവൻ കാണുന്നില്ല. ഈ മാനസികതയിൽ നിന്ന് നമുക്ക് ഒഴിവാക്കണം. പ്രകൃതിയുടെ പോലെ എല്ലാം സമാനമായി കാണേണ്ടത്. പ്രകൃതി ഒരുപോഴും ആരെയും വേർതിരിക്കാറില്ല. ഈ രീതിയും നമുക്ക് പിന്തുടരാൻ പറ്റുന്നവയാണ്. പ്രകൃതിയിൽ നിന്നു നമ്മൾ എത്ര വലിയ ആശ്വാസവും അനുഭവം സ്വീകരിച്ചിരിക്കുന്നു. അത് നമ്മുടെ ജീവിതത്തെ സമ്പൂർണ്ണമായതിന് മതിയാകുന്നു. എല്ലാവരുടെയും ഉള്ളിൽ ജ്ഞാനം, അറിവ്, ബുദ്ധിമുട്ടുകളും കൂടിയിരിക്കുന്നു. നിങ്ങൾ നിങ്ങൾക്കുള്ള അറിയുന്ന ജ്ഞാനത്തിന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ശരിയായ ബുദ്ധി ലഭിക്കും. സത്യം അറിയുന്നതിനാൽ വിജയത്തിൻ്റെ ശരിയായ വഴി നിങ്ങളുടെ മുൻപിൽ പ്രത്യക്ഷപ്പെടും. അതിനാൽ ഈ വഴിയിലേക്കുള്ള യാത്രയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കും. ഈ ലോകത്ത് എല്ലാം ആകാശത്തിൽ നിന്നുള്ള ദാനം ആണ്. കാരണം ആകാശം തന്നെയാണ് പ്രകൃതിയിലേക്ക് ഊർജം നൽകിയത്. പ്രകൃതിയിൽ നിന്നാണ് നമ്മൾ ഉണ്ടാക്കപ്പെട്ടതും ചേരുകയും ചെയ്തതും. നിങ്ങൾക്ക് ചിന്തിക്കണം, പ്രകൃതി എന്തെങ്കിലും ഇല്ലാതെ നിങ്ങൾക്ക് ഒരു ശ്വാസം പോലും എടുക്കാൻ കഴിയുമോ? നിങ്ങൾക്ക് ഇതിൻ്റെ കൂടാതെ ജീവിക്കാൻ കഴിയുമോ? ആകാശം തന്നെ എല്ലാ നക്ഷത്രങ്ങളുടെയും സ്ഥലം ആണ്. നക്ഷത്രങ്ങൾ, നക്ഷത്രങ്ങൾക്കപ്പുറം സൂര്യനേക്കാൾ വലിയ വലിയ നക്ഷത്രങ്ങൾ ആകാശത്തിൽ ഉണ്ട്. സൃഷ്ടിക്കപ്പെട്ടപ്പോൾ അത് ഒരു അനുപോലെയായിരുന്നു. എന്നാൽ ഒരിടത്തും സൃഷ്ടിയുടെ വളർച്ചയായി ഇത് വലിയതായിട്ടാണ് മാറിയിരിക്കുക. ആകാശത്തെ വാർദ്ധിതമായ ഊർജമാണ് നമ്മുടെ മനസ്സും നമ്മുടെ ബുദ്ധിയും ഉദ്ഭവിക്കുന്നത്. ഇതാണ് നമ്മുടെ ചൈതന്യവും ബുദ്ധിയും. ഇത് നമ്മുടെ ജീവിതം നല്ലവണ്ണം മുന്നോട്ട് പോകുന്നതിനുള്ള മാർഗം നൽകുന്നു. നമ്മുടെ ബുദ്ധിയും ചൈതന്യവും നമ്മൾ തെറ്റായ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ നമ്മെ അറിയിക്കുകയും മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നു. അതുപോലെ നമ്മുടെ മനസ്സ്, ബുദ്ധി നമ്മെ ശരിയെയും തെറ്റിൻ്റെയും ഇടയിൽ വ്യത്യാസം കാണിക്കാൻ മാത്രമല്ല നമ്മളുടെ ആകെ വളർച്ചയ്ക്കും സഹായകരമാണ്. പ്രകൃതി സംബന്ധിച്ചിടത്തോളം പ്രകൃതിക്ക് ഒരു വ്യക്തമായ നിയമം ഉണ്ട്. അത് ഒരു സംവിധാനമാണ്, ഒരു ക്രമബദ്ധമായ മാർഗത്തിലേക്ക് പ്രവർത്തിക്കുന്നു. ഇത് തന്നെയാണ് ഓരോ ഘടകത്തെയും ഒരു കൂട്ടമായി ബന്ധിപ്പിക്കുന്ന സമാന്തര സംവിധാനമാണ്.
അത്രമാത്രം അല്ല, ആകാശത്തുള്ള എല്ലാ ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും തമ്മിൽ ഒരു സത്യമായ ബാലൻസുമായി പ്രവർത്തിക്കുന്നു. ഒരിക്കലും ഒന്നും ഒന്നിൽ കൂട്ടിച്ചേർന്നിട്ടില്ല, കാരണം അവർ എല്ലാം ഒരു നിയമം അനുസരിച്ച് പ്രവർത്തിക്കുന്നവരാണ്. ആകാശത്തിൽ ഒരിക്കലും മറ്റൊരാളിനെ സംബന്ധിച്ച് വ്യത്യാസം ഇല്ല. അവർ തമ്മിലുള്ള ദ്വേഷം, വിരോധം അല്ലെങ്കിൽ നഫ്രത്ത് ഇല്ല. എന്നാൽ ഭൂമിയിൽ എന്തുകൊണ്ട് എല്ലാവരിലെയും ബന്ധങ്ങളിൽ വിദ്വേഷം, ദ്വേഷം, എന്നിവ ഉണ്ട്? മനുഷ്യർ ഇവിടെ മറ്റുള്ളവരോട് മതത്തിൻ്റെയും ജാതിയുടെയും പേരിൽ വ്യത്യാസങ്ങൾ കാണിക്കാൻ എന്തുകൊണ്ട്? നമുക്ക് ആകാശം അല്ലെങ്കിൽ പ്രകൃതി കാണിക്കുന്നത് എങ്ങനെ നമുക്ക് ക്രമമുള്ള ജീവിതം നയിക്കാം എന്ന പാഠമാണ്. എങ്ങനെ നമുക്ക് ഒരു നന്മയ്ക്കുള്ള ചിന്തകൾ ആകും അവർ ലോകം മാറിപ്പോകുന്നത്? പ്രകൃതിയിൽ നിന്ന്, ആകാശം വഴി നമുക്ക് എല്ലാം ലഭിക്കുന്നു. അവരാണ് ഏറ്റവും വലിയ. ഇവിടെയുള്ള എല്ലാം അതിന് മേൽ. നിങ്ങൾ ക്രമബദ്ധമായ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ തികച്ചും രാമ നാരായൺ രാമ എന്നത് അല്ലെങ്കിൽ വിളിച്ചുള്ള സ്വരത്തിലൂടെ ഈ പ്രാപ്തി നേടാനാകും. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ മാറ്റം കൊണ്ടുവരുന്ന മന്ത്രമാണ്. ഇന്നുവരെ ലക്ഷക്കണക്കിന് ആളുകൾ ഈ നാമം ചേർന്ന് അവരുടെ ജീവിതം മെച്ചപ്പെടുത്തുകയും ശരിയായ ധ്യാനം കണ്ടെത്തുകയും ചെയ്തു. അതിനാൽ നിങ്ങൾക്ക് പെട്ടെന്ന് സമയമുണ്ടെങ്കിൽ രാമ നാരായൺ രാമം പ്രാർത്ഥന ചെയ്യുക. ചെറിയ സമയം കൊണ്ടു ഈ നാമം സ്വയം നിങ്ങളുടെ ശ്വാസങ്ങളോടൊപ്പം ചേർന്ന് നിങ്ങളുടെ ശരീരത്തിൻ്റെ ഓരോ രോമത്തിലും വ്യാപിച്ച് നടക്കും.